സെർവറിൽ നല്ല പിങ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം ചിലപ്പോൾ നല്ല ഡീസിങ് ഉണ്ടാവും, അറിയാൻ പാടില്ല. കൊല്ലരുത്. ഓക്കെ ബൈ. ഇതിന് ആരാ ബൈ? ഓക്കെ ബൈ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തിനാവട്ടെ, വരുന്നവര് എന്താണെങ്കിലും കുഴപ്പമില്ല. ആടാ അത്യാവശ്യം ടീമൊക്കെ ഏതുണ്ട്. 23 16 ഷോട്ട് നമ്പർ 5 ഇല്ല. ഈ 3 ടീമിനെ നാളെ ഒഴിവാക്കും. ലോണി എക്സി ഇന്നലത്തെ മാസ്റ്റർ പ്ലെയർ, സോളോ പ്ലെയർ. ഓക്കെ ബൈ. അവൻ്റെ പേര് തന്നെ നമ്മുടെ SQ. അയ്യോ, ഒരു ടീമിനെ ഞാൻ നോക്കിയതായിരുന്നു. SQ ഇച്ചൂറോ ആണോ? അല്ലല്ല, SQ നിക്ക്. അവൻ DP ഇട്ടാണ് പാമ്പിൻ്റെ. ഇജ്ജാതി പാമ്പായിട്ട് തോന്നുന്നു. മാപ്പ് സാനൊക്കെ ആയതുകൊണ്ടാണെന്നറിയില്ല. DP ഒക്കെ പാമ്പിൻ്റെ DP കിട്ടണേ. ബൂട്ട് ക്യാമ്പിൽ ആരെ ചാടണം? ബൂട്ട് ക്യാമ്പ് എത്തിപ്പിക്കുക എല്ലാവരും ചാടിപ്പോയാ. പാരസിലും ചാടാൻ ആളുണ്ടാവില്ലാണ്. SQ എൻ്റെ മോനെ പാമ്പിൻ്റെ ടീം. സോറി, അവനെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അവൻ ബൂട്ട് ക്യാമ്പിലേക്കല്ല, അവൻ വേറെ എങ്ങോട്ടോ ആണ് പോകുന്നത്. പാരഡൈസിലേക്ക്. ഇതേ ഫാൽക്കൺ മല്ലുവിൻ്റെ ടീം. എൻ്റെ മോനെ ബൂട്ട് ക്യാമ്പ് ചെകുത്താൻ കയറിയടി. ബൂട്ട് ക്യാമ്പ് ആയിട്ടാണെന്നറിയില്ല. അപ്പോൾ ഇവൻ്റെ ലോഡാവത്താണോ അത് എൻ്റെ ലോഡാവത്താണോ? വേറെ എടുത്തോട്ടെ. അവനെന്തോ പറക്കുന്നുണ്ട് കാര്യമായിട്ട്. എനിക്കാണ് ഡീസിങ്. പക്ഷെ എൻ്റെ പിള്ളേ മൂഞ്ചിന്ന് തോന്നണേ. അതോ അവന് പിങ്ങടിക്കെന്താണോ? വേറെ എവിടെയാണ് അടി നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലം? എൻ്റെ മോനെ ഷോട്ട് നമ്പർ 90 അടിയെടുക്കാൻ ചാൻസ്. പാരഡൈസിൽ ഒറ്റ ടീമുള്ളൂ. എവിടെ നല്ല അടിയെടുക്കണേ? ലോണി എക്സി. ഇവന്മാർ ഫൈറ്റ് എടുക്കണ്ടല്ലോ. അയ്യോ 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 അയ്യോ. ലോണി എക്സി ഇന്നലത്തെ ഒരു കിടലൻ പ്ലെയർ ആയിരുന്നു. അവൻ ഹില്ലെടുത്തു. മോനെ ലോഡാവാൻ ചെറിയ പണിയുണ്ട്. ആരും തെറി പറയരുത്. കോൺകറാണ് പയ്യ, കോൺകറർ. ലോണി എക്സി ടീം മൊത്തം കോൺകറായിരുന്നു. ഒരാൾ വെച്ച് ബാക്കിയെല്ലാം റഷ് ചെയ്ത് കയറുന്നുണ്ട്. എൻ്റെ മോന് സ്ലോട്ട് നമ്പർ 20 വേഴ്സസ് സ്ലോട്ട് നമ്പർ 3. ആ ഒരു മാരക ഫൈറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് എന്തോ ഷോട്ട് ഗണ്ണൊക്കെ പിടിച്ചാണ് ലോണി എക്സ് നിൽക്കുന്നത്. ഇതാ DBS എടുത്തു. ഇന്ന് കുറേ റൂമിൽ DBS വെച്ചുള്ള കളി കണ്ടില്ല. സ്ലോട്ട് നമ്പർ 3 അവരുടെ ഒരു മെയിൻ പ്ലെയറെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഗൈസ്. എൻ്റെ മോന് നമ്മൾ കാണാത്തൊരു കാര്യം ഉണ്ടായി. സ്ലോട്ട് നമ്പർ 20 വൈപ്പായി ഗൈസ്. അയ്യോ സോറി, അറിഞ്ഞില്ല ആരോട്ട് പറഞ്ഞില്ല. CFX അതെവിടെ? CFX നിൽക്ക്. അവിടെ കില്ലെടുക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫൈറ്റ് നോക്കാൻ നോക്കും. വേറെ ആൾ ഫൈറ്റ് എടുക്കും ചെയ്യാനല്ലേ. നമുക്ക് പറഞ്ഞിട്ടെടുത്തൂടെ? ആടെ സ്ലോട്ട് നമ്പർ 9 കണ്ടം പിടിക്കാനുള്ള സമ്മാനം തോന്നുന്നു. സ്ലോട്ട് നമ്പർ 9 CFXൽ ഫിനിഷായി ഒരാൾ. എൻ്റെ മോനെ ഇതൊക്കെ പടപടിയുന്ന ആളന്മാർ ഫിനിഷ് ചെയ്യണം. ഇതേ ഒരു 9 പാമ്പ് ഹാക്കർ ബിറ്റ്. എന്താ പറ്റിയ CFXന്? എനിക്ക് പിങ്ങൾ എന്നിട്ട് അവന് ഡീസിങ് അടിക്കണതാണോന്ന് അറിയില്ല. എന്തോ ചാത്തനെ കണ്ടിട്ട് ആൻറ്റിയൊക്കെ ഇട്ടാണ് വന്നത്. ആൻറ്റി ക്യാരക്ടറൊക്കെ ആയിട്ട് അവൻ കളിക്കണം. വലിയ സംഭവമാണെന്ന് തോന്നുന്നു. എന്താവും? അവൻ പാമ്പിനെ പിടിക്കുമോ ഇല്ലയോ? ഇല്ല, അവർ വിട്ടുപോയി കൈസ്. ടാറ്റ ബബ്ബൈ പറഞ്ഞുകൊണ്ട് ഇല്ല അവനെ വണ്ടി ഇടിച്ചു കൈസ്. പോയി വെട്ടിക്കാളാം നമുക്ക് നാളെ എടുക്കാം. ഒരാളെങ്കിലും അടിച്ച കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്
ഒരാൾ നേരത്തെ അടിച്ചല്ലോ അല്ലേ? രണ്ടാമത്തെ ആളെ കിടന്നുള്ളൊരു സ്പ്രേ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ കിട്ടിയില്ല, ആംഗിളില്ല. നെഞ്ചി അവനെ എടുത്തിട്ട് ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ ഫ്ലാങ്ക് ചെയ്ത് കയറി വരാണ് ഗൈസ്. മിക്കവാറും ആ പാമ്പിൻ്റെ കടി കൊണ്ട് ആരെങ്കിലും ഒരാൾ ചാവും. അവനെ സ്പെക്ക് ചെയ്തോക്കാം അല്ലേ? നയൻ ചാത്തൻ പേര് കേട്ടല്ലേ എൻ്റെ മോനെ. ഇതെന്തത് ഒരു സൈഡിലേക്ക് എല്ലാവരും കൂടി പോണേ? അവിടെ എന്ത് വലിയ ബിരിയാണി എടുക്കണ്ടോ? ഗാവോയിൽ 1 2 3 4 ടീം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാവരും കൂടി ഫൈറ്റ് ചെതറി കാണുന്ന ഒരു രസം ഉണ്ടാവില്ല. അങ്ങോട്ട് പോണോ? പോലെ കുഞ്ഞൂട്ടൻ എണീറ്റു. അവിടെ നല്ല ഫൈറ്റ് എടുക്കണ്ട, അതെടുക്കാം. നമ്പർ 22. അവർ ഓർഡർ അനുസരിച്ചാണ് പറ്റിയിരിക്കുന്നത്. ഒരാളെ ഫിനിഷ് ചെയ്തു, ഒരാളെ നോക്ക്. 21 ഒരു നോക്ക്. എൻ്റെ പറഞ്ഞാൽ ജോണി. ഈ ജോണി എന്നുള്ള പേര് ഞാൻ കഴിഞ്ഞ റൂമിൽ കളിച്ച് നോട്ട് ചെയ്തായിരുന്നു. ജോണി മാസമാണ്. അയ്യോ എൻ്റെ മോനെ, അവൻ ഇന്നലത്തെ പോലെ തന്നെ സോളോ. ഇന്നലെ സോളോ കളിച്ച് കില്ല് വരുന്നു. ഇവൻ്റെ ഒരു കില്ല് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒറ്റ കില്ല് കൊണ്ട് മടങ്ങുന്നു വന്നു. ഇതൊരു മാസ്റ്റർ നേട്. അവന് കില്ല് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ പിന്നെ കില്ല് കിട്ടി. ജസ്റ്റ് മിസ്. ചത്ത് പോയി. ടാറ്റ ബബ്ബായി പറഞ്ഞുകൊണ്ട് ലോണി എത്തി. കോൺഗ്രസ് ടീം വൈപ്പായി കഴിച്ചു. ഇനിയിപ്പോൾ ആരെ കോഴിക്കോട് ഇനി അടുത്ത് തന്നെ 3 ടീമുണ്ട്. അടുത്ത ഫൈറ്റ് പ്രതീക്ഷിക്കാൻ ബൂട്ട് റെസ്ക്യൂ നിക്ക്. അവിടെ ഒരു ഫൈറ്റിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതോ ബൂട്ട് ക്യാമ്പ് ദർശിക്കാൻ പോകണം. അല്ലല്ല, ഇവന്മാർ എന്താ കാട്ടുന്നത് നടക്കട്ടെ. ബേൺ റിബൽ ആ ടീമാണത്. ബേൺ റിബൽ അതാണ് ആ ടീം തന്നെയാണ്. എൻ്റെ മോനെ പാമ്പ് ഫ്ലാങ്ക് ചെയ്തെന്ന് വെച്ചാൽ പാമ്പായി കിടക്കുന്നുണ്ട്. മാരെ കണ്ടേച്ച് കയറിയതാണ്, അടിക്കാൻ വേണ്ടി കയറിയതാണ്. പുള്ളി ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ, ബാക്കി ആരും വന്നില്ല. നിങ്ങളില്ലെങ്കിൽ ഞാനില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ് കൈസ്. പേടിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ പോയി പറഞ്ഞുകൊണ്ട് അവൻ്റെ ടീം അവിടെ നിന്ന് അവനെ പേടിപ്പിക്കുന്നതാണ്, അതോ ബാക്കിയുള്ള അപ്പുറത്തെ ടീമിനെ അടിക്കുന്നതാണെന്ന് അറിയില്ല. അടിച്ചതാ, ഡാമേജ് കിട്ടുന്ന രീതിക്ക്. ബേൺ മാഗ്നറ്റ് സ്മോക്ക് ഇട്ട് പുകച്ച് ഇവിടുന്ന് മാറി എന്നുള്ളത് പറയാണെന്ന് അവൻ അടിക്കണ്ടായിരുന്നു എന്നുള്ളൊരു രക്ഷപ്പെടുകയാണ് കൈസ്. ടാറ്റ ബബ്ബായി പറഞ്ഞുകൊണ്ട് അവനും പോയി. ഇല്ല കൈസ്, ടിപ്പറിൻ്റെ മേളിൽ കയറുന്നുണ്ട് എൻ്റെ മോന്. 22 ഒരു നോക്ക്. വാം ലിമിക്സ് നോക്കിട്ട് തിരിച്ചൊരു നോക്കിട്ടു. ഇങ്ങോട്ടൊരു നോക്കിട്ടല്ല, അങ്ങോട്ടൊരു സെയിം ടൈമോട്ടാണ് എല്ലാവരും പറയണേ. എന്നാലും ഇതാ വൈപ്പ് എടുത്തിരിക്കുന്നു ഗൈസ്. 22 21 വൈപ്പ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ ഗാവോയിൽ 2 ടീമുകൾ മാത്രം ബാക്കി. നമ്പർ 8 റഷ് ചെയ്ത് കയറുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സമയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 8 ഇതാ റഷ് ചെയ്ത് കയറുന്നു. 8 ഇതാ 8 കളിയൊക്കെ പോട്ടെ. ബേൺ റിബൽ കത്തുന്ന റിബലാണ്. എന്താ എവിടെ കത്തിക്കണം നോക്കട്ടെ. ഇവൻ കത്തുമോ അതോ അമ്മമാരെ കത്തിക്കുമെന്നറിയാം. അവിടെ ZX സ്പൈ ഹാക്കറെ നോക്കിയിട്ടിരിക്കുന്നു. പേര് കൊണ്ട് അവൻ ഹാക്കറാണെങ്കിലും എൻ്റെ മോനെ ഫ്യൂറി OP കണ്ടിട്ടില്ല. ഫ്യൂറി OP ഒമാരെ കണ്ടോ നോക്കട്ടെ. 22 സ്പെക്ക് ചെയ്യാം. നൈസ് കളിയായിരുന്നു പുള്ളിയുടെ. പുള്ളി ടീമിന് 6 കില്ല്. എൻ്റെ മോനെ CFX ജോണി കില്ല് എടുക്കുന്നു കേട്ടോ.
കഴിഞ്ഞ ദിവസം ഒരു റൂം കഴിച്ചിട്ട് അതിനകത്തും കില്ലെടുക്കണ്ടേ ബാഗ് അടിച്ച്. ഡാൻ പാബ്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. CFX ചാത്തൻ XQ നിയോ ടീം വൈപ്പായോ? ഇല്ല, ഫൈറ്റിലാണ്, കട്ട ഫൈറ്റിലാണ്. SQ പാണ്ഡേനെ നോക്കിട്ടു, SQ നിയോനെ അടിച്ചു. എൻ്റെ മോനെ നമ്പർ 8 വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നു. സൺ ഗോക്കു MG ഡോക്ടർ 98 ടെറർ. എൻ്റെ മുന്നിൽ 98 ടെറർ ഒരാളടിച്ചു. അപ്പം തന്നെ അവൻ്റെ ടീം തിരിച്ചടിച്ചു. ഓക്കെ ബൈ പറഞ്ഞു. സ്ലീപ്പിംഗ് മോഡ് ഓണാക്കി. ടാറ്റ ബൈ. പട്ട തീറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്പർ 8 ടാഗ് ഇട്ടിരിക്കുന്നു ഗൈസ്. ഒരുത്തനെ സ്പ്ലിറ്റായി നിന്ന് അവസ്ഥയായി പോകുന്നു. കാരണം സ്പ്ലിറ്റായി എന്നിട്ട് ഒരാളെ നോക്ക്. തഗ് താനോസ് TOS ഗോഡ് നമ്പർ 25-90 ആക്രമിച്ചിരിക്കുന്നു ഗൈസ്. ഡോക്ടർ അടുത്തൊരു നോക്കിച്ചിരിക്കുന്നു. 2 നോക്കായി ഗൈസ് അവിടെ. ഇവിടെയും നമ്പർ 8 അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നോക്ക്. അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു ഗൈസ്. ഫ്യൂറിയെ ഫിനിഷ് ചെയ്തു. ഒട്ടും നേരം വെച്ചോണ്ടിരുന്നില്ല. അടുത്ത് വാമില്ലേ നെക്സ്റ്റ്. അവൻ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോഴും. ഇവൻ ഒരു നോക്കിയിട്ട് ഫിനിഷ് ചെയ്തില്ല. അമ്മ ചെയ്ത് ചതി അല്ലേ? എന്താ അവസ്ഥയല്ലേ? ഞങ്ങൾ നോക്കിയിട്ട് ഫിനിഷ് ചെയ്തില്ല. നോക്കായിരിക്കുന്നു. ലാസ്റ്റ് വൺ ലിമിക്സ്. ലാസ്റ്റ് വണ്ണാണ് ഗൈസ്. ഇതാണ് അടിക്കാനുള്ള ശ്രമം. അടിച്ചു ഗൈസ്. TOS ടീമോട് ആരും റഷ് ചെയ്യണ്ടായില്ലോ. TOS ടീം നമ്പർ 90 സ്ക്വാഡിനെ റഷ് ചെയ്ത് കയറുന്നു. ഒരു കില്ലെടുത്തിട്ടുണ്ട്. ആരാ കില്ലെടുത്തേ? 25. TOS ടീമിൽ 3 പേരുള്ളൂ. 4 പേര് കയറിയുണ്ടായുള്ളൂ. ഈവിൽ കയറിയുണ്ടായി. എനിക്ക് എന്താ പറ്റാതെ? ഐ തിങ്ക് സം നെറ്റ്വർക്ക് പ്രോബ്ലം. എല്ലായിടത്തും മഴയാണല്ലോ, കാരണം തോന്നുന്നു. CUS വേറെ ഫൈറ്റില്ലോ. എൻ്റെ മോനെ ഇവിടെ ഇവന്മാർ വന്നാൽ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. എന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തോന്നുന്നു. രണ്ടാമത്തെ ആളെ നോക്കിയിട്ടില്ല. പക്ഷേ നോക്കായി ഒരു OP നേട്. ഇൻഡൻസ് ഡിങ്കൻ പറന്നു വന്നടിച്ചു അവൻ. എൻ്റെ ഒരു സ്പാറ് ബാക്കിയുള്ള നോക്കട്ടോ. ഈ ഫാൽക്കൺ മല്ലൂർ. ഇത് മറ്റേത് അല്ലല്ല, മറ്റേതല്ല, സോറി. ഞാൻ വിചാരിച്ച് ബ്ലൈൻഡ് ടീം വന്ന് PMC ആണോ ഏതോ ടൂർണമെൻറ്റ് കളിച്ചപ്പോൾ വളഞ്ഞു കയറിയില്ലേ ബോട്ടെടുത്ത്. ആ ട്രിക്കാണ് വിചാരിച്ചത്. വെള്ളത്തിൽ ചാടി നീന്തിക്കാറില്ല. CUSനെ റിവൈവ് ചെയ്യുമോ ഇല്ലയോ? അവരെല്ലാവരും റിവൈവായി ഗൈസ്. ചെയ്യാൻ തോന്നുന്നു. അവർ തിരിച്ച് റഷ് ചെയ്തു ഗൈസ്. തീർന്നു. ഞാൻ നമ്പർ 90 ഇതാ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. ഓക്കെ ബൈ പറഞ്ഞുകൊണ്ട്. ഇവൻ റഷ് ചെയ്തിറങ്ങി സുഖമായിട്ട് അടിക്കാറുണ്ട്. ഒരു നോക്ക് പൊട്ടനാട്ടോ. 2 നോക്ക്. കയ്യിലിരുന്ന കളി കൊണ്ട് തൊലച്ചു പോയി. TOS സ്കോഡിൻ്റെ കറക്റ്റ് ടൈമിങ്ങിലുള്ള ഒരു നോക്ക്. എൻ്റെ മോന് 2 കില്ല്. എനിക്ക് ആ ഒരു കില്ല് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ് ഗൈസ്. എൻ്റെ ആ ഒരു കില്ല് മതിയാ എനിക്ക്, ബാക്കിയുള്ളവരെ പിന്നെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെ ഓരോ കില്ല് കിട്ടുന്നോ അതൊക്കെ എടുത്ത് പെറുക്കിക്കൊണ്ടാണ് പോകുന്നത് ഗൈസ്. ഫാൽക്കൺ മല്ലു സോണിൻ്റെ സെൻറ്റർ പിടിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം അടുത്തൊരു ഇതേ ബൂട്ട് ക്യാമ്പിൽ ഫൈറ്റ് ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. എന്നാലേ ബൂട്ട് ക്യാമ്പ് കണ്ടില്ല. 11 നമ്പർ 11 ഒരു ബൂട്ട് ക്യാമ്പിൽ ചാടിയിട്ട് TP എടുത്ത് ഇങ്ങനെ ഉറങ്ങാണോ? എന്ത് സംഭവം? ഇവന്മാരെ നെറ്റ് പോയതാണോ അത്? ആടാ. ഓക്കെ ബൈ 0 അസ്ലം. അവർ 2 പേരുള്ളതും കൊണ്ട് പോച്ചിങ് റഷ് ചെയ്ത് ഇപ്പം തന്നെ ചാവാന്നുള്ളൊരു രീതിയിൽ വന്നാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പവർ കാട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒന്നും നടക്കല്ല. ഒരു അരമണിക്കൂർ മുഖ കളി തുടങ്ങിയപ്പോൾ തൊട്ട് ഇവന്മാർ ഇവിടെ ചാടി ഇങ്ങനെ നിൽക്കണമെന്ന്. എൻ്റെ മോനെ ഓക്കെ ബൈ എന്നുള്ള പേരൊക്കെ ഇട്ടിട്ട് ഇതുവരെ ഓക്കെ ബൈ പറഞ്ഞ് പോയില്ലല്ലോ. എന്ന് ചാവാത്ത ടോട്ടൽ ഇവിടെ 3 ടീമുണ്ടോ? എൻ്റെ മോനെ FNT ടീം ഇവിടേക്ക് റഷ് ചെയ്ത് കയറിയെന്നാന്ന് തോന്നുന്നു. കാരണം 2 ടീമിനെ കണ്ടിട്ടുണ്ടായുള്ളൂ. 3 ടീം ഉണ്ടായിരുന്ന അറിയില്ല കേട്ടോ. FNTനെ നോക്കിയോട്ടെ. FNT ഒരു OP നേട് കുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ബൈ
എല്ലാവരും ഓക്കെ ബൈ പറഞ്ഞ് വിടുമോ ഇല്ലയോ? FND മിത്ത് സാത്താൻ. ഓ കറക്റ്റ് സമയത്ത് താഴേക്ക് ചാടി കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഓക്കെ ബൈ സോളോ രക്ഷ. ഓക്കെ ബൈ അടിച്ചു. ഓക്കെ ബൈയുടെ നൈസ്. എൻ്റെ മോനെ അടിച്ചു ഗൈസ്. അവനെ അടിക്കും. അവനെ കണ്ടറിയാം. അവനെ കളി കണ്ടറിയാം. ഓക്കെ ബൈ ഒരാളെ നോക്കിട്ടു. ഓക്കെ ബൈയുടെ ടീം ഓക്കെ ബൈനെ നോക്കിട്ടു ഗൈസ്. തീർന്നു. ഓക്കെ ബൈയുടെ കളി അവൻ ഓക്കെ ബൈ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ഒരു ഫ്രീ ഫയറിനുള്ള ശ്രമം പക്ഷെ പാടിപ്പോയി. ബുള്ളറ്റ് തീർന്നാണോന്ന് അറിയില്ല. ഓക്കെ ബൈ ടീം വിട വന്നിരിക്കുന്നു ഗൈസ്. ഇട പറയുകയാണ്. ഇതാ FND ടീം. അടുത്ത ടീം റഷ് ചെയ്ത് കയറി. കറക്റ്റ് ടൈമിങ്ങിൽ അവന്മാർ റഷ് ചെയ്ത് വിചാരിച്ചു. സോറി ട്രാ. സോറി ഇടയാ. നീ ഇത്ര നല്ലൊരു സെറ്റപ്പ് പ്ലെയർ ആയിട്ട് അറിയില്ല. അവൻ കില്ലൊക്കെ സേഫാക്കി നൈസായിട്ട്. ഓ കൂട്ടി കയറണ്ടായിരുന്നു. എൻ്റെ മോനെ 1 HP പോയിന്റ് HP. അവൻ നോക്ക്. അയ്യേ നോക്ക് വീണില്ല. അയ്യേ പൈപ്പ്. എൻ്റെ മോനെ അവൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിട്ടു. FND ടീം. FND എവിടെയാവൻ? FND സയാൻ 5 കില്ല്. നൈസ് കളി എൻ്റെ മോനെ. ടോട്ടൽ കില്ല് എത്രയാന്ന് നോക്കട്ടെ. കിൽസ് 3 കില്ല്. ബാൻ റിബൽ. പിന്നെ ബ്രോക്കോഡ് ടീമിന് 0 കില്ല്. ഹാക്കർ വൈറ്റ് MR70 ഏതാ ടീം? SON എന്തെങ്കിലും ആവട്ടെ. കോപ്പിൻ്റെ ടീം 3 കില്ല്. FND സയാൻ 5 കില്ല്. ഒറ്റയ്ക്ക് ഇന്ന് 5 കില്ല്. എൻ്റെ മോനെ ബൂട്ട് ക്യാമ്പിൻ്റെ ഹീറോ. GMRZ ഇത് ഏതാ ടീം? ടീം TGX. അതന്നെ. രണ്ടും അവരെല്ലാവരും അത്യാവശ്യം ഓരോരോ കില്ല് വെച്ച് ഗ്രൂപ്പ് കില്ല് നല്ല കോർഡിനേഷനോട് കളിച്ചതെന്ന് തോന്നുന്നു. എത്ര 1 2 3 4 5 കില്ല്. നമ്പർ 90 3 കില്ല്. പിന്നെ ഞങ്ങളുടെ സംഘാടകരുടെ ഗ്രൂപ്പ് എൻ്റെ ടീം 2 കില്ല്. ഓ CFS ടീം നല്ലോണം കളിച്ചിട്ട് 3 6 കില്ല് എടുത്തിട്ട് അവർ വിട പറഞ്ഞ്. അതേപോലെ തന്നെ കോൺകറ ടീം 1 കില്ല്. HSS 2 കില്ല്. CBA 1 കില്ല്. SQ വിക്കി ബ്രോ 3 കില്ല്. DOC പാന്തർ ചെകുത്താൻ 2 കില്ല്. ഫാൽക്കൻ മല്ലു ഇതെന്താ ഉദ്ദേശിച്ച പുള്ളി എന്താ ഉദ്ദേശിച്ചാവോ? ഇവന്മാർ 2 പേരെ ഇറങ്ങിയുള്ളൂ. ഫാൽക്കൻ മല്ലു ISC ക്രിക്ക്. മലയുടെ മുകളിൽ നിന്ന് ചാടിച്ചത്തു. നിങ്ങളിത് കാണുക. എൻ്റെ മോനെ ഇതിലും വലുത് ഇനി എന്ത് വരാനാണ് അല്ലേ? എൻ്റെ മോനെ ഫാൽക്കൻ മല്ലു ഇങ്ങനെ ചെയ്ത കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്തോ എൻ്റെ മോനുസേ നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നാലും. പക്ഷെ നൈസ് കളി കളിച്ചാനെ. സാധാരണ എല്ലാ റൂമിലും നൈസ് കളി കളിക്കാറുള്ളൊരു കില്ലാടി പ്ലെയറാണ്. എന്താ പറ്റിയെന്നറിയില്ല. പുള്ളിക്കൊക്കെ കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണോന്നറിയില്ല. ആരുടെ മുകളിൽ നിന്നൊക്കെ ചാടി ചത്തു. പിന്നെ 2 പേരെ കയറുള്ളൂ. അവന്മാർ 2 പേരെ കയറുള്ളൂ. വൈ സോ സീരിയസ്. ബേൺ റിബിൽ കില്ലെടുത്ത് തുടങ്ങാനുള്ള ശ്രമം. 3 കില്ല്. അത് നേരത്തെ ഇട്ടാൻ നോക്കാം. സോറി. ഇപ്പം അടുത്ത് നോക്കിട്ടുണ്ട് എന്തായാലും. റഷ് ചെയ്ത് കയറാണ് മേളിലേക്ക്. അവൻ ഗോക്കുവിൻ്റെ M249 സ്പ്രേ കില്ലാടി സ്പ്രേ. ഗോക്കുവിൻ്റെ 2 സൈഡിൽ. അവനും വീണു. വൈപ്പ് ഗൈസ്. ബേൺ റിബലിൻ്റെ ബേൺ കത്തി അമർന്നു ഗൈസ്. സൺ ഓഫ് ഗോക്കു ടീം അവിടെ ഒരു വൈപ്പ് എടുത്ത് 6 കില്ല് സെറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി ആകെ 7 ടീം. അത് സോണിൽ എത്ര ടീം? ഡിഫൻസ് 5D അതാണ് ഉദ്ദേശിച്ചെന്നറിയില്ല. നമ്പർ 6 മാത്രം സോൺ ഔട്ട്. ബാക്കി എല്ലാവരും സോണിനായിട്ടുണ്ട് ഗൈസ്. TOS ടീം ഒരു ഡ്രോപ്പൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. FND ടീം അവിടെ ഒരു FND ടീം. അവനാ സോളോ. എൻ്റെ മോനെ സോളോ നോക്കിയിട്ടിരിക്കുന്നു. ബ്രോക്കോഡിൽ 2 പേര് ഫിനിഷ് ചെയ്യുന്നു. ബ്രോക്കോഡിൽ എത്ര പേരുണ്ട്? 3 നോക്ക്. എൻ്റെ മോൻ ഇജാതി കളി. FND സയാൻ OP ഗൈസ്. കില്ലാടി. 1v4 എടുക്കുമോ ഇല്ലയോ? ഇതാ 1v4 എടുത്തു ഗൈസ്. തീർന്നു ഗൈസ്. ഇല്ല ജസ്റ്റ് മിസ്. 25 HP മോർ. കിൽ. അവൻ സോണിപ്പെട്ടിയാവുന്നു തോന്നുന്നു. നീ ചെന്നില്ലേലും. അടിച്ചു ഗൈസ്. ഇല്ല അവൻ ഫീൽ ചെയ്തു ഗൈസ്. അടിച്ചു ഗൈസ്. എൻ്റെ മോനെ ഒരു 1v4. നിങ്ങളിത് കാണുക. കില്ലാടി സ്പ്രേ. എൻ്റെ മോനെ FND സയൻ കില്ലാടി കളി. അടിപൊളി കളി മനസ്സിലായി.
അവൻ ഒറ്റയ്ക്ക് നിന്ന് എത്ര കില്ലെടുത്തേ? 9 കില്ല്. അവനാണ് MVP എന്ന് തോന്നുന്നു ഈ റൂമിൻ്റെ. ചെക്കൻ ചിക്കൻ അടിച്ചു കഴിഞ്ഞാൽ പൊളിയായിരിക്കും എൻ്റെ മോനെ. അതാ അടുത്ത് ഫോൺ പിടിക്കാൻ വേണ്ടി ബഗ്ഗിയിലും കാറിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഗോളൊറ്റയ്ക്ക് ടെക്കാപ്പോയി കാട്ടുന്ന മണ്ടത്തരാണെങ്കിൽ കുഴപ്പമില്ല. ബഗ്ഗിക്ക് നമുക്ക് സീനില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കാം. എല്ലാ ടീമും 6 ടീം ബാക്കി. നല്ല 1v4 സെറ്റപ്പ് ആകുന്നുണ്ടോ? മോങ്ക് വൈറ്റ് ഇവന്മാരെ കണ്ടില്ലല്ലോ, ഇവന്മാരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അസ്റ്റെക്സ് ക്ലൗൺ അസ്റ്റെക്സ് സോൺ നീന്തി സോൺ പിടിക്കാനുള്ള ശ്രമം. ഇവന്മാർ സോണോട്ടിൽ തന്നെയായിരുന്നു. ഒറ്റ കില്ല് ഇതുവരെ എടുത്തിട്ടില്ല. എന്നാലും എന്താണെന്ന് കാണാം. ലാസ്റ്റ് സോണിൽ കില്ലെടുക്കാനായിരിക്കും. പക്ഷെ ലാസ്റ്റ് സോൺ കയറുമെന്നറിയില്ല. ഇതാ TOS ടീം സോണിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. എന്താണെന്ന് കാണാം. TOS ടോക്സാർ, TOS വിക്കാബ്രിയോ, RP 100 ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. മാസ് കളി കളിക്കുമോ ഇല്ലയോ? എൻ്റെ രോഹം ശരിയാണെങ്കിൽ നമ്പർ 6 എന്ന് പറഞ്ഞ ടീം വെള്ളത്തിൽപ്പെട്ട് തന്നെ തീരാനാണ് ചാൻസ്. സോൺ കയറാൻ ചാൻസ് ഇല്ല. MR7 മലയുടെ മേലിൽ ചാടി താഴേക്ക് ഇറങ്ങണോ അതോ എൻ്റെ മോനെ FND സൈൻ സോൺ കയറുമല്ലോ? എടാ ചെക്കൻ സോൺ കയറുന്നത് സെറ്റപ്പായിരുന്നു കേട്ടോ. ചെക്കൻ സെറ്റപ്പ് കളിയായിരുന്നു. ഒരു 1v4 ഒക്കെ എടുത്തേച്ച് വന്നതാണ്. സോൺ ചതിച്ച് കഴിഞ്ഞാൽ വല്ല വിഷമോ. പക്ഷേ എൻ്റെ മോനെ കയറുമുത്തേ, എന്നെ കൊണ്ട് പറ്റും. ഇതാ അടുത്തായിട്ട് 1 2 3 4 5 അതാ ഒരു ടീം ഇവിടെ പോയി. 18 15 19 14 6 യാറോ എങ്കയോ ഒളിഞ്ചിരിക്ക്. ആരത്? ആരാ തന്നെ? 1 2 3 4 5 ടീമുള്ളൂ. എന്നിട്ട് 6 ടീം എന്ന് പറഞ്ഞാൽ ആട്ടണേ. ഇത് ബഗ്ഗാന്ന് തോന്നുന്നു. FND സയൻ അങ്ങനെ സോണിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. കാര്യം സോൺ പിടിച്ചു. കാര്യം അടുത്തൊരു 1v4 നടക്കുമോ ഇല്ലയോ? നമ്പർ 14 സൺ ഓഫ് ഗോക്കുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. M24 vs സുസി അല്ലെങ്കിൽ M4. എൻ്റെ മോനെ എന്ത് നടക്കുമോ ഇല്ലയോ? കുറേ കൂടെ ചെന്ന് കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് അവൻ അടിച്ചിടാമെന്ന് തോന്നുന്നു. ഇതാ പക്ഷേ നമ്പർ 18 ടീം TGX വാരിയർ അവരുടെ അടുത്തേക്കാണ് ചെന്ന് കയറുന്നത്. ഓ ഭാഗ്യം, അവന്മാർ അടിച്ചതാണ്. മിക്കാറും സൺ ഓഫ് ഗോക്കുവിനെ സ്പോട്ട് ചെയ്താണ്ടാവും. അവൻ സ്പോട്ട് ചെയ്തോളും, അല്ലെങ്കിൽ മൂഞ്ചിയനെ. മേലിൽ ടീമുള്ള കാര്യം അവൻ അറിഞ്ഞു. FND സയൻ എൻ്റെ മോനെ ടോപ്പി കളി കാണാൻ പറ്റുമോ ഇല്ലയോ? ഓ 9080 അവരെ അനുകൂലിച്ചു കൊണ്ടുള്ളൊരു സോണാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ TOS ടീമിന് സോൺ കയറാൻ സുഖമാണ്, എളുപ്പമാണ്. FND സയൻ ഇവിടെ തീരുമോ ഇല്ലയോ? FND സയൻ്റെ ഒരു ഒപ്പി കളി കാണാൻ പറ്റുമോ? ടീം TGX മൂഞ്ചി ഗൈസ്. ടാറ്റ ബൈ ഓക്കെ ബൈ പറഞ്ഞുകൊണ്ട് ഒരു പ്രോ പ്ലെയർ ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ MVP ആയിരുന്നു പോയത്. പക്ഷേ പിള്ളാടി കളിയായിരുന്നു. ഇതാ ഗോക്കു ഇതാ M24 വെച്ച് ഇതാ നമ്പർ 18 സ്ക്വാഡിന് റഷ് ചെയ്ത് കയറുന്നു. എൻ്റെ മോനെ ടീം TGX അടിച്ചു ഗൈസ്. ടാറ്റ ബൈ അവന് ടാറ്റ ബൈ പറഞ്ഞു. ഇനി അടുത്ത അവൻ്റെ ടീമിൽ ഇനി ആരാ ഉള്ളത്? നീ അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. ബാക്കി എല്ലാവരും സോണി കയറി സേഫായി. ഇനി ഉമാർക്ക് സോണി കയറണം. ഉമാർ മൂഞ്ചിനും തോന്നുന്നു നല്ല രീതിക്ക്. മലയുടെ മേലിൽ ചാടിറങ്ങി ചത്ത് പോയായിരുന്നെങ്കിലോ? ഇല്ല, പറ്റില്ല. ഇതാ TOS ടീമിൻ്റെ അടുത്ത് ഒരു നമ്പർ 18 ബാക്കി 2 പേര് വന്നിട്ടുണ്ട്. ഇതാവും നോക്കട്ടെ. ഇതാ ഹെല്ലി ഇതാ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടുള്ളൊരു കിടക്കുന്നത്. ടോക്സർ ബഗ്ഗിയൊക്കെ സേഫാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അടുത്ത സോണിൽ വന്നാൽ പിടിക്കാൻ ബഗ്ഗിൽ കയറാമെന്ന് വെച്ചിട്ടാണോന്ന് അറിയില്ല. അതേ അടുത്ത സൺ ഓഫ് ഗോക്കു ആടാ ആ ടീം മൊത്തം വീണ് ചത്തുന്നു. 2 പേര് ഇതാ വീണ് നോക്കായിരിക്കുന്നു ഗൈസ്. അവസ്ഥ ടീം വൈപ്പായാ. MR7 സൺ ഓഫ് ഗോക്കു ഫിനിഷ്. ഗൈസ് സൺ ഓഫ് ഗോക്കു വൈപ്പായിരിക്കും ഗൈസ്. അവസ്ഥ സെറ്റപ്പ് കളിയായിരുന്നു പുള്ളി. M24 വെച്ചൊരു മാസ് കാട്ടാനൊക്കെ ഇരുന്ന ലാസ്റ്റ് സോണിൽ. പക്ഷെ മൂഞ്ചിപ്പോയി. ഒരു ഡുവോ സിയൂസ് 9816 ടോട്ടൽ 3 കില്ലുണ്ട്. 2 കില്ല് എടുത്തിരിക്കുന്നത് സിയൂസ് അണ്ണനാണ്. ഗ്രീക്ക് ദേവൻ സിയൂസ്.
സിയൂസ് മാസാക്കുന്നില്ല. സിയൂസ് ഇതാ നമ്പർ 6 റഷ് ചെയ്ത് കയറുന്നു. മൂങ്ക് വൈറ്റ് ഇവിടെ നോക്കായിരിക്കുന്നു. അവർ ഒറ്റ കില്ല് ഇതുവരെ എടുത്തിട്ടില്ല. ഒരു കില്ലിനെ എടുത്തിട്ടാണ് കൊല്ലടാ പേസ്. ഇതാ മൂങ്ക് വൈറ്റ് ഒരാളെ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഗൈസ്. ടിയോസ് ടോക്സറിൻ്റെ ഒരു M4 സ്പ്രേ അവിടെ കാണാൻ കഴിയുന്നു. ടിയോസ് ഗോഡ് അങ്ങനെ അവിടെ 2 നോക്ക് അല്ല ഒരു നോക്കിന് കൺഫേം ചെയ്താണോ? കൺഫേം ചെയ്താണ് ഗൈസ്. നമ്പർ 18 ഒരു നോക്കിന് കൺഫേം ചെയ്തു. ബാക്കിയുള്ളവന്മാർ പോയി ടാറ്റ ബബ്ബൈ പറഞ്ഞുകൊണ്ട് അവൻ വെച്ചോടി. ഇനി എന്നെ നിനക്ക് നാളെ കിട്ടൂടാ പട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ചെറിയ ഹട്ട് പിടിച്ചിരിക്കുന്നു. ആ മൂഞ്ചി പോയി ഗൈസ്. കാമ്പ്യ പാട്ടിട്ടെടുക്കുക ഗൈസ്. കാമ്പ്യ ഇതാ ടിയോസ് ടോക്സർ ആ കില്ലറിനും കുമ്മൻ കിട്ടിയിരിക്കുന്നു. സുഖമായിട്ട് കുമ്മൻ എന്നല്ല അവൻ അടിച്ച് കയറ്റി വിട്ടതാ. പേടിച്ച് ഓടിച്ചത് വരെ തന്നെയാണ്. ഇവർക്ക് തന്നെ കിട്ടിയ ഒരാളെ. മറ്റവരവരെടുത്തു പോട്ടെ പുല്ലിന്. 3 ടീം മാത്രം ബാക്കി. ടിയോസ് അവതാരകരുടെ സംഘാടകരുടെ ടീം 3 പേരുണ്ട് 4 കില്ലായിട്ട്. അതേപോലെ 98 5 കില്ലായിട്ട്. എസ്പെക്സ് ക്ലൗൺ ഒരേ ഒരു കില്ല്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കില്ലെടുക്കാന്ന് വെച്ച് കയറി വന്നിട്ട് ഒരു കില്ല കിട്ടുള്ളൂ. അതിപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. എന്തോ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇതാ ഗോഡിനെ നോക്കായിരിക്കുന്നു ഗൈസ്. ഗോഡ് ഇതാ നോക്കായിരിക്കുന്നു. പക്ഷെ ഗോഡ് സോൺ ഔട്ടാണ്. ഗോഡ് മാത്രം സോൺ ഔട്ട്. ബാക്കി 2 പേര് സോണിലാണ്. സോൺ ഔട്ടിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. ഇതാ ഒരു കവർ പിടിച്ചിരിക്കുന്നു നൈസായിട്ട്. സിയൂസ് ഈ സമയത്ത് എന്തെങ്കിലും കാട്ടാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും സിയൂസിൻ്റെ ഒരു സ്പ്രേ കാണാം. സിയൂസിൻ്റെ സ്പ്രേ കാരണം ടിയോസ് രക്ഷപ്പെടുമോ ഇല്ലയോ? ടിയോസ് സ്പ്രേ ചെയ്തില്ല ഗൈസ്. സിയൂസേ ഒന്ന് അടിച്ച് പൊളി അവൻ്റെ തല അടിക്കടോ. അവിടെ എൻ്റെ ടീം ചാവാൻ കിടക്കാടോ. ഒന്ന് അടിക്കടോ. ഇട്ടില്ല. ജസ്റ്റ് 1 HP. എൻ്റെ മോനെ ഷെടാ സോൺ പിടിക്കാണ് ഗൈസ്. ഇവന്മാരുടെ സോൺ പിടിക്കൽ മൂഞ്ചി പോകുമോ ഗൈസ്? ഇല്ല അവൻ കണ്ടു. നോക്കിതാ പിന്നെയും 1 HP. എൻ്റെ മോനെ ഇജാതി കളി. നല്ല സ്പ്രേ കിടിലൻ സ്പ്രേ. മിക്കവാറും ചിക്കൻ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ടീമാണെന്ന് തോന്നുന്നു. സിയൂസ് അണ്ണൻ ടീം. ടിയോസിന് സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഗോഡ് ഒരു നോക്കിട്ടിരിക്കുന്നു. ഗോഡ് നൈസായിട്ട് സിയൂസിനും കവർ പിടിച്ചു. 2 കില്ല് ചെയ്താൽ 2 ടീം മാത്രം ബാക്കി. ടിയോസ് സംഘാടകരുടെ ടീമും 98 ടോട്ടൽ 6 കിലോട് കൂടി ടിയോസ് ടീം. ഇതാ ഒരു മണ്ടത്തര ഇതാ ടോക്സർ കാട്ടിയെങ്കിലും കവർ പിടിച്ചിരിക്കുന്നു ഗൈസ്. ജസ്റ്റ് മിസ്. ഗോഡിനെ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഗോഡിന്റെ മാസ് വരെ നോക്കും. ഒരു 3 സ്പ്രേ. ലാസ്റ്റ് വൺ സിയൂസ് 1v3 എടുക്കുമോ ഇല്ലയോ? സിയൂസ് 1 നോക്ക്. എൻ്റെ മോനെ സിയൂസ് ഒരു നോക്കിട്ട് എന്താവുണ്ടോ? ഓപ്പിനേഡ് ഗോഡിൻ്റെ ഓപ്പിനേഡ്. ഗോഡ് ഫിനിഷ് ചെയ്ത് ഗൈസ്. നൈസ് കളി. ഗോഡ് നോക്ക്. എൻ്റെ മോനെ സിയൂസ് കളി നോക്കാം. സിയൂസ് റഷ് ചെയ്ത് കയറുന്നു ഗൈസ്. സിയൂസ് ടോക്സർ ടോക്സറിനെ അടിച്ചു ഗൈസ്. ഇതാ 98 ചിക്കൻ പൊക്കിയിരിക്കുന്നു ഗൈസ്. സിയൂസ് സിയൂസ് നമ്പർ 6 കില്ലോട് കൂടി സിയൂസ്. ടോട്ടൽ ടീം കില്ല് 8 കില്ല് ഗൈസ്. 98 നൈസ് കളിയായിരുന്നു ഗൈസ്. സിയൂസ് പ്ലെയർ നൈസ്. ഗോഡ് ടിയോസ് ഗോഡ് ഇറ്റ്സ് ആൻ ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ നോഡിൽ കൺഫേം ചെയ്യണ നേരം മറ്റൊന്നും കൂടി തീർന്നെങ്കിൽ വൈപ്പായി ഡിന്നർ അടിക്കേണ്ട ടീമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നാളെ പിടിക്കാം മുത്തേ. അങ്ങനെ 7 കിലോട് കൂടി ടിയോസ്. അതേപോലെ തന്നെ വേറെ ടോപ്പ് കില്ലെന്ന് പറയാനായിട്ട് മറ്റേ FNT 9 കില്ല്. എൻ്റെ മോനി നല്ല കളിയായിരുന്നു. നൈസ് കളി. FNT സയൻ പ്ലെയർ 9 കില്ല്. പുള്ളിയാണ് MVP. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ആൾ നമ്മുടെ. ബ്രോക്കോഡ് ഇവന്മാർ കുടിച്ചിട്ടാണ് കളിക്കുന്നത് എല്ലാ ദിവസം. ഒറ്റ ദിവസം കില്ലെടുക്കണതാണല്ലോ. അതേപോലെ ഫാൽക്കമ്മല്ലും അവന്മാർ 2 പേരുണ്ടായുള്ളൂ. അവന്മാർ സെഡാക്കി കളഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. അതേപോലെ ഓക്കെ ബൈ പറഞ്ഞ് വെച്ച് ഫുഡ് ക്യാമ്പിൽ നിന്ന് നേരെ പോയായിരുന്നു. വേറെ ആരെ കില്ലെടുത്ത വാം വർട്ടോസ് 15th പൊസിഷൻ ആണെങ്കിൽ 5 കില്ല് പുള്ളി ഒറ്റയ്ക്ക് എടുത്തു. നൈസ് കളി. അതേപോലെ തന്നെ വിച്ചുബ്രോ 3 കില്ല്. എത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് ലൈവ് ഇടാന്ന് വെച്ചത്. ലൈവ് ഇടാനായിട്ട് 1000 സബ് വേണമെന്നൊരു കണ്ടീഷൻ അവർ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ പറയില്ല, സോറി. ഇത് ചെയ്യാനാ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗുഡ് നൈറ്റ്. ടാറ്റ ബൈ.